സർ നമ്മൾ ഈ കോമൺലി പറയുന്ന സുന്നത്ത് അല്ലെങ്കിൽ സർക്കംസിഷൻ എന്ന് പറയുന്ന സംഭവം ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുക ആൻഡ് ഇത് ചെയ്യുന്നതുകൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണുള്ളത്? സുന്നത്ത് കർമ്മം ഇപ്പം നമ്മൾ ചെയ്യുകയെന്ന് വെച്ചാൽ രണ്ട് കണ്ടീഷൻസ് ആണ് മെയിൻലി, രണ്ട് സിനാരിയോ ആണ് ആക്ച്വലി പറഞ്ഞത്. ഒന്ന് റിലീജിയസ് സർക്കംസിഷൻ എന്ന് പറയും, അതായത് അവരുടെ മതപരമായിട്ടുള്ള ചടങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. രണ്ടാമതാണ് മെഡിക്കലി ഇൻഡിക്കേറ്റഡ് കണ്ടീഷൻസ്. മെഡിക്കലി ഇൻഡിക്കേറ്റഡ് കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് അഗ്രഭാഗത്ത് പഴുപ്പ് വരിക, തൊലി അല്ലെങ്കിൽ പിറകോട്ട് വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുക, ഈ രണ്ട് കണ്ടീഷൻസിലാണ് മെയിനായിട്ട് സുന്നത്ത് ചെയ്യുന്നത്. സുന്നത്ത് നമ്മളിവിടെ യൂഷ്വലി ചെയ്യുന്നത് ഡേ കെയർ പ്രൊസീജിയർ ആയിട്ടാണ്. അതായത് കുട്ടി രാവിലെ വരുന്നു, ഉച്ചയോടുകൂടി സർജറി കഴിയുന്നു, അന്ന് വൈകുന്നേരം തന്നെ കുട്ടി ഡിസ്ചാർജ് ആവുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറ്. സുന്നത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഇൻഡിക്കേറ്റഡ് പേഷ്യൻസിനെ ആണെങ്കിൽ. മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ ഭാവിയിൽ മൂത്രപ്പഴുപ്പ്, അതായത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. നേരെ മറിച്ച് ഇപ്പോൾ സുന്നത്ത് ചെയ്യാതിരിക്കേണ്ട കണ്ടീഷൻസും ഉണ്ട്. ഇപ്പം കുട്ടിക്ക് ജനനേന്ദ്രിയത്തിൽ എന്തെങ്കിലും വൈകല്യങ്ങൾ, അതായത് ഹൈപ്പോസ്പീഡിയസ് പോലെ കണ്ടീഷൻ ആണെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളിൽ ഒരിക്കലും സുന്നത്ത് കർമ്മം ചെയ്യാൻ പാടില്ല. ഓക്കെ.